കേരള ഹൈക്കോടതിയിൽ വ്യാജ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് സെൻട്രൽ പോലീസ് അറിയിച്ചു. എസ് രാഗിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാവിലെ 10:30 കേരള ഹൈക്കോടതിയിൽ ഒരു ബോംബ് ഭീഷണി വരുന്നത്. ഇമെയിൽ മുഖാന്തരമാണ് ഇത്തരത്തിലൊരു സന്ദേശം ലഭിക്കുന്നത്. തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ മെസ്സേജ് പോയി. കൺട്രോൾ റൂമിൽ നിന്ന് ആ സന്ദേശം തൊട്ടടുത്തുള്ള സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു. സെൻട്രൽ പോലീസും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിശദമായൊരു പരിശോധനയാണ് പ്രത്യേകിച്ചും ഈ ഹൈക്കോടതി പരിസരം കേന്ദ്രീകരിച്ച് നടന്നത്. പോലീസ് പറയുന്നത് ഈ മെയിലിലേക്ക് വന്ന സന്ദേശം എന്ന് പറയുന്നത് പരിസരത്ത് RDX വച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സന്ദേശമായിരുന്നു എന്നതാണ്. എന്തായാലും സമ്പൂർണ്ണമായി തന്നെ പോലീസ് സംഘം അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ അരിച്ചു പറക്കി. ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വ്യാജ ബോംബ് ഭീഷണിയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ അൺനോൺ മെയിലിനെ കുറിച്ച്, അൺനോൺ മെയിലാണ്, ആരാണ് അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. അത് സംബന്ധിച്ചുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ കൊച്ചി കപ്പൽശാലയിലും ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണികൾ നിരവധി വരികയും തുടർന്ന് അന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും ഇതിൻ്റെ സെൻറ്ററെ കണ്ടെത്താൻ, അത് അയച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് സ്വാഭാവികമായിട്ടും നടത്തും. വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ വിശദമായൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് പോലീസ് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാമറമാൻ വിനു തോമസിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.